ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ഹോപ്പ് ചാനലിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് നാം 8ാമത്തെ പാഠം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങളെ കാണുന്ന ഏവരെയും ഈ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മോടൊപ്പം ശാബ സ്കൂൾ പാഠം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി 2 സഹോദരങ്ങൾ നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഒന്നാമത്തത് ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയതുപോലെ ബ്രദർ അലൻ ലാസർ. അദ്ദേഹം സ്പൈസർ അഡ്വന്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ 2nd ഇയർ തിയോളജി സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ അരുൺ SK, അദ്ദേഹവും ഇവിടെ സ്പൈസറിൽ തിയോളജി സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹത്തെയും നമ്മുടെ ഡിസ്കഷനിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നാം ഈ ആഴ്ചയിൽ പഠിക്കുവാനായിട്ട് പോകുന്നത് സങ്കീർത്തനങ്ങളിൽ എന്ന ഒരു പേരുള്ള ഒരു പാഠമാണ്. ഈ ആഴ്ചയിൽ നമുക്ക് മനഃപ്പാഠവാക്യമായി നൽകപ്പെട്ടിരിക്കുന്നത് വെളിപ്പാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ആമേൻ. നമുക്ക് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ബ്രദർ അലനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, കർത്താവേ, തിരുനാമത്തിനായി നന്ദിയുടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ സമയം പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ വേദഭാഗങ്ങൾ പഠിക്കുവാനായി അങ്ങയുടെ സന്നിധിയിലേക്കായിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ അടിയങ്ങളുടെ മേൽ നിറയ്ക്കണം. അങ്ങ് അടിയങ്ങളെ വഴി നടത്തണം, കൃപയിൽ സൂക്ഷിക്കണം. ഇത് കാണുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹത്താൽ നിറയ്ക്കണം. ചോദിച്ചാൽ നിറയ്ക്കണം. സകല മാനവമോഹത്തോടെ നിൽക്കണം. അടിയങ്ങൾക്കായി ജീവനെ നൽകിയ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ താഴ്മയെ യാചിക്കുമ്പോൾ അടിയൻ്റെ ഇളയ യാചനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ സ്വർഗീയ പിതാവിൻ ദൈവമേ. ആമേൻ. നാം ഈ ആഴ്ചയിൽ പഠിക്കുവാനായിട്ട് പോകുന്നത് സങ്കീർത്തനങ്ങളിൽ നമുക്ക് എപ്രകാരം വെളിപ്പാടിനെ കാണുവാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള പാഠമാണ്. ഇത് നാം പാഠത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ മഹാപുരോഹിതനായി ഹെവൻലി സാങ്ച്വറിയിൽ കാണപ്പെടുന്നതിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. എന്താണ് ബ്രദർ അലൻ അവിടെ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പഴയ നിയമം വ്യക്തമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഈ ഭൂമിയിലുണ്ടായിരുന്ന ഒരു വിശുദ്ധ മന്ദിരത്തെ കുറിച്ച് നമുക്ക് വിശുദ്ധ മന്ദിരവും അതിൻ്റെ ശുശ്രൂഷകളെയും കുറിച്ച് നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കും. ആ വിശുദ്ധ മന്ദിരത്തിൽ മഹാപുരോഹിതൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണോ അതെല്ലാം എന്താണ് വ്യക്തമായിട്ട് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഭൂമിയിൽ മഹാപുരോഹിതൻ ചെയ്തിരുന്ന പ്രവൃത്തി തന്നെയാണ് എന്താണ് കർത്താവ് യേശുക്രിസ്തു എന്ന് സ്വർഗത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മധ്യസ്ഥത, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു എന്താണ് പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രവൃത്തിയാണ് എന്താണ് കർത്താവ് യേശുക്രിസ്തു എന്ന് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അതൊരു വലിയ വേലയാണ് നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ അരുൺ, നാം സങ്കീർത്തനങ്ങൾ 15, 24 ഒക്കെ വായിക്കുമ്പോൾ അവിടെ ദാവീദ് ഉയർത്തുന്നൊരു ചോദ്യം ഇതാണ്: യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? എനിക്ക് ചോദിക്കണം, ആർ വസിക്കും? പാസ്റ്റർ അരുൺ. സങ്കീർത്തനം 15 പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിലും വ്യക്തമായിട്ട് പറയുകയാണ് 144,000 പേര് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് പറയപ്പെടുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് എണ്ണിക്കൂടാത്തതായ വലിയൊരു സംഖ്യ. അവരെങ്ങനെ ഉള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജഡമോഹങ്ങൾ വെടിഞ്ഞ് ആത്മീയമായ ജീവിതം നയിക്കുന്നവരാണ്. അതായത് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികളിൽ ജീവിക്കുന്നതായ വ്യക്തികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല.
അവിടെ പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തവക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കുത്ത്, ഈ മുതലായവ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതിൻ്റെ 22-ാം വാക്യം പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആത്മാവിൻ്റെ ഫലമുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. ആ സ്വഭാവമുള്ളവരാണ് ഈ 144,000 പേർ. അവരാണ് യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധരെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ക്ലിയർ ആണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിർമ്മല ഹൃദയമുള്ളവർ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. നന്ദി പാസ്റ്റർ അരുൺ ആ ഉത്തരത്തിനു വേണ്ടി. ഈ സമയം നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പർവ്വതം അത് മനോഹരമാണ്. അതിൽ വസിക്കുന്നത് നിർമ്മല ഹൃദയമുള്ളവർ മാത്രം. തുടർന്നും നാം അതിനെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലൂടെ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും വരിക. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം തുടർന്ന് പഠിച്ചു വരുമ്പോൾ പാസ്റ്റർ അരുൺ വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ് പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും പേര് ആ വിശുദ്ധന്മാരുടെ നെറ്റിമേൽ എഴുതുമെന്നത്. അതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും നെറ്റിമേൽ അവരുടെ പേരെഴുതും, അങ്ങനെയാണോ? ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ് ആ പേര് എന്ന് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഒരടയാളം നൽകപ്പെട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ അടയാളം. കാരണം ഈ ഭൂമിയിലുള്ളതായ സകല മനുഷ്യർക്കും ദൈവം നൽകപ്പെട്ടിട്ടുള്ളതാണ് ആ അടയാളം. പക്ഷേ ആ അടയാളം സ്വീകരിക്കുന്നവർ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. കാരണം വചനം പഠിക്കുമ്പോൾ എഗസ്കേലിൻ്റെ പുസ്തകം നമ്മൾ 20-ാം അധ്യായം അതിൻ്റെ 12-20 വാക്യം പഠിക്കുമ്പോൾ ആ അടയാളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അടയാളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ വിശുദ്ധ ശബദം എന്ന് പറയപ്പെടുന്നതായ അടയാളമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ അടയാളം എന്ത് ചെയ്തു? കാണിച്ചു തന്നു. ആ അടയാളം തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രകടമാക്കി സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അത് വ്യക്തമായിട്ട് വേദോസം പറയുന്നുണ്ട്. അല്ലാത്തവർ അവരെ നിത്യ അഗ്നിയിലേക്ക് ഇടും എന്നുള്ളത് വേദോസം പറയുകയാണ്. അപ്പോൾ ഈ പേര് അവൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ അരുൺ ആ ഉത്തരത്തിനായി. ബ്രദർ അലൻ, തിരുവചനം പറയുന്നു വിശ്വാസം മുഖാന്തരം യേശുക്രിസ്തു മുഖാന്തരം നാം രക്ഷിക്കപ്പെടുന്നു എന്ന്. വിശ്വാസത്താൽ യേശുക്രിസ്തു മുഖാന്തരം നാം രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ലേഖൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് ദൈവകൽപ്പനയുടെ പ്രാധാന്യം നമ്മുടെ ജീവിതങ്ങളിൽ? അതിന് ഒരു മറു ചോദ്യത്തോടെ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ മാനുഷികമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ ദൈവത്തിൽ നമ്മൾ എന്താണ്? ദൈവത്തെ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കും. അപ്പോൾ കൽപ്പനകളുടെ പ്രാധാന്യം തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൽപ്പനകളെ പ്രമാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? കൽപ്പനയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ജീവിതമെല്ലാം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ഒത്തതായിരിക്കണം. എങ്കിൽ മാത്രമേ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു സത്യം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുമെന്ന് എൻ്റെ വാക്കാൽ പറഞ്ഞിട്ട് എൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്താണ്? വിശ്വാസം എന്നത് അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹവും നമുക്കില്ല. അപ്പോൾ എങ്ങനെ നാം ദൈവത്താൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ നാം രക്ഷിക്കപ്പെടും? തീർച്ചയായിട്ടും വിശ്വാസമുണ്ടെങ്കിൽ എന്താണ്? സ്നേഹമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ കൽപ്പനയുടെ അനുസരണമുണ്ട്. കൽപ്പന
കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും. തീർച്ചയായിട്ടും. നന്ദി ബ്രദർ അലൻ. ബ്രദർ അലൻ്റെ ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം സ്നേഹത്തോട് അനുബന്ധിച്ച് കിടക്കുന്നതാണ്. ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അവനെ സ്നേഹിക്കുന്ന അവൻ്റെ നല്ല മക്കൾ അവൻ്റെ ഹൃദയം വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. നന്ദി ബ്രദർ അലൻ ആ മനോഹരമായ ചോദ്യത്തിനായി. നാം ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഒരു വിശുദ്ധിയുള്ള ജീവിതം നാം കാണുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആ സിയോൻ പർവ്വതത്തിൽ നാം കാണുന്ന വിശുദ്ധന്മാരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ആ പേര്, ദൈവത്തിൻ്റെ പേര് തന്നെ വിശുദ്ധിയുടെ നാമമാണ്. അവൻ്റെ വിശുദ്ധി, അവൻ്റെ സ്വഭാവം അവരിൽ കാണപ്പെടുന്നു. അപ്രകാരം ഒരു സ്വഭാവത്തിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഏവരുടെയും ഒരു ഉത്തരവാദിത്തം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. താങ്ക് യു ബ്രദർ അലൻ ആ മനോഹര ഉത്തരത്തിനായി. പാസ്റ്റർ അരുൺ, തുടർന്ന് നാം പഠിച്ചു വരുമ്പോൾ സങ്കീർത്തനങ്ങൾ 5 ലേഖകൻ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ദാവീദ് നമ്മോട് സംസാരിക്കുന്നത്? ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം വന്നു. പാപം ചെയ്ത് ദാവീദ് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമ ചോദിച്ചിട്ട് ദൈവത്തോട് ചില കാര്യങ്ങൾ എന്തു ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നോട് ക്ഷമിച്ചുവെങ്കിൽ ദൈവമേ എനിക്ക് ഇന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമേ, ഞാൻ നേരായിട്ടുള്ള വഴികളിലേക്ക് നടക്കുവാൻ തക്കവണ്ണം. കാരണം സങ്കീർത്തനം 5 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ദാവീദ് പറയുകയാണ്, യഹോവേ എനിക്ക് എൻ്റെ വാക്കുകൾക്ക് ചെവി തരയണമേ. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും പാപമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എന്തു ചെയ്യുന്നത്, നാമും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെ ഭേദിക്കുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. അപ്പോൾ പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ശരിയായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. എന്നാൽ ശരിയായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മിൽ നിന്നും പാപം മാറണം. കാരണം പാപം ചെയ്യുന്നതായ ഒരു വ്യക്തിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ പാപമില്ലാത്തവരായിട്ട് മാറണം. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു തരണമേ. സങ്കീർത്തനം 32 പഠിക്കുമ്പോഴും അതിൻ്റെ 1-ാം വാക്യം പഠിക്കുമ്പോഴും അവിടെയും കാണുവാൻ കഴിയും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. തീർച്ചയായിട്ടും നന്ദി പാസ്റ്റർ അരുൺ. തുടർന്നും നാം സങ്കീർത്തനങ്ങളിലേക്ക് നോക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തുടർന്ന് നമ്മുടെ ചാപ്റ്റേഴ്സ് നോക്കാവുന്നതാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇത്രയും നേരവും നിങ്ങൾ ഞങ്ങളെ കേട്ടിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരാവുന്നതാണ്. ദൈവം നമ്മെ തുടർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. നാം ഒത്തൊരുമിച്ച് സങ്കീർത്തനങ്ങളിൽ എന്ന പാഠം പഠിച്ചുകൊണ്ട് വരികയാണ്. തുടർന്ന് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, പലരും പാപം ചെയ്ത് പാപം അറിയാതെ അതിൽ തന്നെ തുടർന്ന് ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു പാപിയാണ് എന്ന് ഞാൻ എപ്രകാരം തിരിച്ചറിയും? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയപ്പെടുന്നുണ്ട്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം പറയുന്നത് കൽപ്പനാ ലംഘനം പാപം. വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അപ്പോൾ കൽപ്പനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കൽപ്പന എന്താണെന്നും അത് ദൈവം തന്നിരിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കണം. നമ്മൾ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നതെന്ന് പറയുന്നത് കൽപ്പനകളിലൂടെയാണ്, ദൈവത്തിൻ്റെതായ വചനങ്ങളിലൂടെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പോൾ കൽപ്പന പറയുന്നു, കൊല ചെയ്യരുതെന്ന് പറയുന്നു, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നു, അത് പാപമാണ് എന്നുള്ളത് പറയുന്നു. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ
ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതായ തെറ്റ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? ആ കൽപ്പനകളെ അനുസരിക്കണം. കാരണം വചനം പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആഴമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നിരവധി പേര് ഇന്ന് പാപ വഴികളിലേക്ക് ഇന്നും പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ലംഘനം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പാപം എന്ന് പറയപ്പെടുന്നത് അത് പിശാചിനാൽ വരുന്നതാണ്. കാരണം പിശാചാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, നയിക്കുന്നതെന്ന് കാണാം. പ്രേരണകൾ നൽകുന്നത് പലപ്പോഴും പിശാചാണ്. കാരണം പിശാച് നമുക്കറിയാം, യൂദ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നതായ യൂദ എന്ത് ചെയ്യുന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ ആ യൂദ തനിക്ക് ലഭിച്ചതായ ആ 30 വെള്ളിക്കാശ് കൊണ്ടുവന്ന് നൽകപ്പെട്ടതായ പ്രമാണിമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എറിയുകയാണ്. പക്ഷേ എറിഞ്ഞ് കളഞ്ഞുവെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തില്ല? അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവന് അവൻ്റെ ചിന്തകൾ പിശാച് അവൻ്റെ ചിന്തകളെ എന്ത് ചെയ്തു? അവൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുകയും അവൻ തൂങ്ങി മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാപത്തിന് മോചനം ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. അതിന് പാപം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. പാപത്തിൽ നിന്ന് നാം പാപിയാണ് എന്ന് തിരിച്ചറിയുന്നതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുന്നു. നന്ദി പാസ്റ്റർ അരുൺ. ഓക്കെ, ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കി ഞാൻ തിരിച്ചറിഞ്ഞു ഞാനൊരു പാപിയാണെന്ന്. പക്ഷേ ബ്രദർ അലൻ, ഞാൻ എങ്ങനെ ഈ പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കും? എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു കിടക്കും? പാപത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഏറ്റുപറച്ചിലാണ്. പക്ഷേ വെറുതെ നമ്മൾ നമ്മുടെ വായി കൊണ്ട് പറഞ്ഞിട്ടല്ല കാര്യം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളത് പറയേണ്ടതാണ് ഏറ്റവും ആവശ്യമായുള്ള കാര്യം. നമ്മൾ മനസ്താപത്തോടെ, കുറ്റബോധത്തോടെ, കണ്ണീരോടെ നമ്മളെന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപത്ത് ഏറ്റു പറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും എന്താണ് നമ്മുടെ മനസ്താപത്തോടെ അല്ലെങ്കിൽ പ്രായശ്ചിത്തത്തോടെ നമ്മൾ ദൈവത്തിന് മുന്നിൽ ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കാതിരിക്കുകയില്ല. നാം ഇപ്പോൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു സഭയിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്താണ്? പാപം ചെയ്തു. അപ്പോൾ ഈ പാപം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ഒരു സഭയെ ഒന്നടങ്കം ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാപം എന്താണ്? ക്ഷമിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് നാം നോക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കുന്നത്, ഒരു വ്യക്തി പാപം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം അവനെ ഒന്നടങ്കം തെറ്റുകാരനായി ചിത്രീകരിക്കുകയും അവൻ അവിടെ നിന്ന് പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ്? പൂർണ്ണമായിട്ട് അവൻ വീണ്ടും തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് അനുതപിക്കാനും കുറ്റബോധം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ പാപം ചെയ്തു എന്നുള്ള ബോധം അവനിൽ ഉൾക്കൊള്ളിക്കുവാനും ആണെന്താണ് ഒരു സഭ എന്നുള്ള രീതിയിൽ എന്താണ് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വ്യക്തിയുടെ പാപം മോചനത്തിന് വേണ്ടി എന്താണ് വെറുതെ പ്രാർത്ഥിക്കുക, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക. കാരണം വേദപുസ്തകം പറയുന്നുണ്ട്, നിങ്ങൾ രട്ടെടുത്തുകൊണ്ട് വെണ്ണീരിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ട്. ഇന്ന് എൻ്റെ പാപം ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആൾക്കാർ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടി എന്താണ് നാം ഓരോരുത്തരും ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു പാപം ചെയ്തു അല്ലെങ്കിൽ എനിക്കൊരു മോശം സ്വഭാവമുണ്ട്, ആ സ്വഭാവം എന്നിൽ നിന്ന് നീക്കിത്തരണം, വിശുദ്ധിയുള്ളൊരു ജീവിതം എനിക്ക് എന്നുള്ള ആവശ്യത്തിന് നാം എത്ര പേർ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും? സോ പാപക്ഷമയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം മനസ്താപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നാം ചെയ്ത തെറ്റെന്താണോ അത് ഏറ്റുപറയുക. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ട് എന്താണ് നമ്മുടെ പാപം ഏറ്റുപറയുക, നമ്മുടെ തെറ്റ് എന്താണ് അത് സ്പെസിഫൈ ചെയ്ത് എന്താണ് നമ്മൾ ദൈവത്തിനോട് പറയുക, ദൈവം നമ്മോട് ക്ഷമിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ പാപം തെറ്റെന്താണെന്ന് തിരിച്ചറിയുക, ആ പാപത്തിനെ എന്താണ് നമ്മളത് പാപങ്ങളെ ഏറ്റുപറയുക, പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, തിരിഞ്ഞു പോകാതിരിക്കുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മോട് ക്ഷമിക്കും. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ അലൻ ആ ഉത്തരത്തിനായി. തീർച്ചയായിട്ടും കണ്ണാടി തിരുവചനമാണ്, അത് നമ്മുടെ അഴുക്ക് കാണിച്ചു തരുന്നു. അഴുക്ക് തിരിച്ചറിഞ്ഞ നാം
ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ക്ഷമിപ്പാൻ തക്കവണ്ണം അവൻ്റെ തയ്യാറുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഇത്രയും നേരവും ഞങ്ങളെ ഈ പാഠത്തിലൂടെ നയിച്ചതിനായി നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, അതെ, നമ്മുടെ ദൈവം കരുണയും മഹാദയയും നിറഞ്ഞവനാണ്. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് അവൻ എപ്പോഴും നല്ലവൻ തന്നെ. ദാവീദിനോട് ക്ഷമിച്ച അതേ ദൈവം ഇന്ന് നമ്മളോടും ക്ഷമിപ്പാൻ തയ്യാറുള്ളതാണ്. നാം ക്ഷമ യാചിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും അത് നമുക്ക് നൽകുവാൻ വിശ്വസ്തൻ. ദൈവത്തിൻ്റെ അടുത്തിലേക്ക് നമുക്ക് ചെല്ലാം. തിരുവചനങ്ങൾ പഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. തുടർന്നുള്ള ആഴ്ചകളിൽ പ്രവചന പഠനത്തിൽ ഞങ്ങളോടുകൂടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇനി നാം കാണും വരെയും നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.